ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 2 ദിവസമായി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വേറെ സ്ഥലത്തിലായിരുന്നു. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഹനുമാൻ റിലീസ് ചെയ്തോ, പിന്നെ എന്നാണ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് ഈ 2 ദിവസങ്ങളിൽ റിലീസ് ചെയ്തത് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ മലയാളത്തിലുള്ള സിനിമയാണ്. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു കന്നഡ മൂവിയാണ്. ഉപാധ്യക്ഷ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് വഴിയാണ് ഈ ഒരു സിനിമ, ഈ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഫാന്റസി കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു പേര് ഭൈരവ കൊണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയാണ്. തൂക്കുതുരൈ എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ ഈ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഷംന കാസിം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഡെവിൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ടെൻറ്റുകോട്ട വഴിയാണ് ഈ ഒരു സിനിമ, ഈ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത തെലുങ്ക് മൂവിയാണ്. ബ്രീത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സൗണ്ട് പാർട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ആഹാ തെലുങ്ക് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഷോർട്ട് ടൈം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. സീ സ്പേസ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പിന്നെ ഒരു OTT പ്ലാറ്റ്ഫോം ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സീ സ്പേസ് ആയിരുന്നു ഈ ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ പേര് വന്നിരുന്നത്. അപ്പോൾ സീ സ്പേസ് എന്ന ഈ OTT പ്ലാറ്റ്ഫോമിൽ ഉദ്ഘാടന ചിത്രമായിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് B30 മുതൽ 44 വരെ എന്ന് പറഞ്ഞ മലയാള സിനിമ. ഒരു 18+ മൂവിയാണ്. ഒരു നമ്മുടെ സർക്കാർ നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ അടുത്തൊരു മലയാള സിനിമ കൂടി ഈ ഒരു OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കനി കുസ്തിക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത നിഷിദ്ധോ എന്ന് പറഞ്ഞ സിനിമ സീ സ്പേസ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. 26ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച സിനിമയാണ്. അതുകൂടാതെ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള പുരസ്കാരവും നേടിയ സിനിമയാണ് നിഷിദ്ധോ പറഞ്ഞ ഈ ഒരു സിനിമ. കനി കുസ്തിക്കാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തൊരു തമിഴ് സീരീസ് ആണ്. ഹെഡ് ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ വിജയ് സേതുപതി അതുപോലെ തന്നെ കത്രീന കൈഫ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മേരി ക്രിസ്മസ് എന്ന സിനിമ. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് Netflix വഴിയാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു അഡ്വഞ്ചർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഡാംസൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് Netflix വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുന്നത് വിചാരിച്ച സിനിമയാണ്. കണ്ടിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 2 ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് 8, 7-ാം തീയതി, 8-ാം തീയതി ആയിട്ട് റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വേറെ സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. 9-ാം തീയതി വേറെ സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ പലരും ചോദിക്കുന്നുണ്ട് എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. 8-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. ഇന്നലെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. C5 ഈ ഒരു സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ടായിരിക്കും വരിക എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കളേഴ്സ് TVയിൽ 16-ാം തീയതി ഈ സിനിമ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കും. പ്രീമിയർ വരുന്നുണ്ട്, TV പ്രീമിയർ ആയിട്ട് വരുന്നുണ്ടെന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഹിന്ദി ഭാഷയിൽ. അതിനുശേഷം C5 ഈ ഒരു സിനിമ മറ്റു ഭാഷകളിലൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും C5 പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും നമുക്ക് പിന്നെ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ യാത്ര 2 നമുക്ക് ക്യാമറയിൽ വന്ന യാത്ര 2 എന്ന തെലുങ്ക് സിനിമ മണികണ്ഠൻ്റെ ഒരു റൊമാൻറ്റിക് മൂവിയായിരുന്നു ലവർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയൊക്കെ വരുന്നത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ 2 സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ഈ സിനിമയെക്കുറിച്ചുള്ള അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് 2 ദിവസങ്ങളായി റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സീരീസുകൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ തങ്കാടി എന്ന സിനിമയ്ക്ക് ഇന്നോ നല്ല നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പല സ്ഥലത്തും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ഈ സിനിമയെക്കുറിച്ചുള്ളത്. എന്നാൽ നോക്കട്ടെ, കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.